ഹായ് ഗായ്സ്. അപ്പം നമ്മളിന്ന് ചന്ദനക്കുടം കൂടാൻ പോവാണേ. അപ്പം കൂടെ കസിൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ രാത്രി കസിൻസൊക്കെ ആയിട്ട് പുറത്ത് പോകാൻ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് മൊത്തം ഇങ്ങനെ കടകളൊക്കെ ആയിരുന്നു. ഐസ്ക്രീം വാങ്ങാനുള്ള വണ്ടികളുണ്ടായിരുന്നു. ഒരു രാത്രി ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. എല്ലാ കൊല്ലവും ഈ ഒരു ഫെബ്രുവരി ടൈമിലാണ് ചന്ദനക്കുടം. ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ 3 ദിവസത്തെ പരിപാടിയുള്ളൂ. പക്ഷേ ഒരാഴ്ചയോളം കടകളൊക്കെ കാണും. ചെന്നപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു. നമ്മളൊരു 7 മണിയായിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പം. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കൊച്ചു പിള്ളേരുടെ കണ്ണിൽ പൊടിയിടാൻ ഇങ്ങനെ. എന്നിട്ട് നമ്മളിങ്ങനെ നോക്കിയപ്പം കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ പൈസ ഭയങ്കര ലാഭത്തിന് ഒരു 10 രൂപ 20 രൂപ 30 രൂപയ്ക്കൊക്കെ നമുക്ക് കുറേ അക്സസറീസൊക്കെ കിട്ടും. പിന്നെ നമ്മൾ അവിടെ ഇങ്ങനെ നോക്കിയൊക്കെ നിന്ന്, പിന്നെ നമുക്ക് പറ്റിയൊരു ഒരു റൈഡ് എന്നൊക്കെ ചോദിച്ചാൽ ആകാശൂഞ്ഞാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ കൊച്ചു പിള്ളേരെ എയിം ചെയ്ത് ഉള്ള ഗെയിംസൊക്കെ ആയിരുന്നു. പിന്നെ കുറേ നേരം അവിടെ ഇങ്ങനെ നിന്ന് അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ചെക്കനെ കണ്ടത്. ചെക്കൻ കൊള്ളാലേ, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് സ്റ്റൈലായിട്ടില്ലേ. പിന്നെയും നമ്മളവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അങ്ങനെ നമ്മൾ നോക്കി നിന്നപ്പോൾ ഇങ്ങനെ പിള്ളേർ കുറേ പേരിങ്ങനെ കളിക്കുന്നുണ്ട്. എന്ത് രസാലേ ഇങ്ങനെ കൊച്ചു പിള്ളേർ കളിക്കുന്നതൊക്കെ നോക്കി നിൽക്കാൻ. അപ്പോഴാണ് നമ്മളുടെ കണ്ണിൽ ഈ സംഭവം പിടിപെട്ടത്. കണ്ടോ, ഇതൊരു അമ്പ് പോലെയാണ്. ഇങ്ങനെ വിട്ട് ആങ്കിൾ നൈസായിട്ട് ക്യാച്ച് ചെയ്തുകൊണ്ട് നല്ല രസമല്ലേ, ഇങ്ങനെ പോയ പോലെ തിരിച്ചു തന്നെ കാണാൻ. എന്നിട്ട് ഈ തിരക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് തിരക്കുകളൊക്കെ കണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, ഒരു കുഞ്ഞ് കസിൻ ഉണ്ടായിരുന്നു, നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വീണ്ടും നടന്നു. വീണ്ടും നടക്കണ വഴിക്ക് കുറേ കടകൾ. അപ്പോൾ ഞങ്ങൾ കളിയാക്കി, അയ്യേ കണ്ടോ എന്തോരം കടകളാണ്. ഞങ്ങളുടെ കസിൻ അവൾ നേരത്തെ വാങ്ങിയല്ലോ, അപ്പോൾ അവളെ കളിയാക്കി, കണ്ടോ നിനക്ക് നഷ്ടമായിപ്പോയി, കണ്ടോ ഇവിടെ ഇങ്ങോട്ടേക്ക് മാറുമ്പോൾ കുറേ കടകളുണ്ടെന്ന്. എന്നിട്ട് വീണ്ടും നടക്കുന്ന വഴി ഇങ്ങനെ കടകളൊക്കെ കണ്ടപ്പം ക്യാപ്പിൻ്റെ കടകളുണ്ടായിരുന്നു. ഈ കമ്മൽ കട ഭയങ്കര ലാഭമാണ് ഗൈസ്. കാരണം നമ്മൾ ടൗണിൽ നിന്ന് ഒരു 100-150 രൂപയ്ക്കൊക്കെ വാങ്ങുന്ന സാധനങ്ങളാണ് ഇവിടെ 10 രൂപ 20 രൂപയുടെ മാക്സിമം. ഈ കമ്മൽ 40 രൂപയുള്ളൂ. നല്ല അടിപൊളി കളക്ഷൻസും ഉണ്ട്. പിന്നെ നമ്മൾ കുറേ സ്നാക്സൊക്കെ വാങ്ങി. എന്നിട്ട് ഇവിടെ പലതരത്തിലുള്ള പൊരികളുണ്ട്. അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീണ്ടും നടന്നു. ഇങ്ങനെ പള്ളിയുടെ മുകൾ ഭാഗത്തേക്കായിട്ട് വീണ്ടും വഴികളുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നടക്കുന്നതോറും തിരക്ക് കൂടി വരും. അപ്പോൾ പോകുന്ന വഴിക്ക് കണ്ടോ ലൈറ്റ് തെളിയുന്ന മറ്റേ തലയിൽ വെക്കുന്ന ക്രൗണൊക്കെ പോലത്തെ സംഭവം. പിന്നെ അവിടെ കുറേ പൊരികളുണ്ടായിരുന്നു, ബജിക്കടകളുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ മേളിൽ ഗാനമേളയൊക്കെ നടക്കുന്ന സ്ഥലത്തെത്തി. അവിടെ പരിപാടി തുടങ്ങുന്നതിന് മുന്നേ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ പാട്ടൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായി. പാട്ടുണ്ടായി, ദഫുണ്ടായി. കണ്ടോ, ഞങ്ങൾ വന്നപ്പം ഇത്രയും ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. പിന്നീട് ഭയങ്കര തിരക്കായിട്ട് ഇരിക്കാൻ പോലും സ്ഥലമില്ലാണ്ടായി. അത്രയ്ക്ക് ജനക്കൂട്ടായിരുന്നു. പിന്നെ കുറേ നേരം ദഫൊക്കെ കണ്ടുകൊണ്ടിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പം നമ്മൾ വീണ്ടും തിരിച്ചിറങ്ങി നടന്നു. അപ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 10-10:30 ആയിട്ടുണ്ടായിരുന്നു നമ്മൾ തിരിച്ചിറങ്ങിയപ്പം. ഭയങ്കര തിരക്കായിരുന്നു, നടക്കാനൊന്നും പറ്റത്തില്ല, നമ്മാതിരി തിരക്ക്. എല്ലാവരും ഇങ്ങനെ രാത്രി ഇങ്ങനെ പരിപാടി കാണാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ താഴത്തേക്ക് പോയപ്പോൾ കണ്ടോ, ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഒട്ടും തിരക്കില്ലാത്ത സ്ഥലം, അവിടെയൊക്കെ ഭയങ്കര തിരക്കായി. പിന്നെ നമ്മളിങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നടന്ന് അവിടെ പൊരിപ്പലഹാരമൊക്കെ വീണ്ടും വാങ്ങി, ബജിയൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ കടകളിൽ കയറി സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ. എന്നിട്ട് ബജിയൊക്കെ കഴിച്ച് ഞങ്ങൾ രാത്രി 11 മണിയായപ്പോഴത്തേക്കും വീട്ടിൽ തിരിച്ചേറി. അപ്പോൾ ഗൈസ്, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.